ഓ കിട്ടി. എന്റെ പൊന്നെ വാ. ഓ ഇതിപ്പോ നമ്മളായതുകൊണ്ട് നടന്നു. വേറെ വല്ലന്മാരും ഇറങ്ങണല്ലോ, മാസങ്ങളോട് നടക്കേണ്ടി വരും. മാറ്റിയല്ലേ? ഓ ഇതാ സുരേന്ദ്രൻ മുരളി. സപ്ലൈ ഓഫീസ് മേടിക്കാനായിരിക്കും. ഓ മുതലാളി നമസ്കാരം. നമസ്കാരം. മുതലാളി ഇപ്പൊ എന്താ വിളിക്ക്? നിങ്ങൾ എന്താ ഇവിടെ? ഞാന് എന്റെ അളിയന്റെ പേര് കാർഡിലില്ല, അപ്പൊ അതൊന്ന് ചേർക്കാൻ വേണ്ടി വന്നതാ. ശരിയായി. എന്റെ ഈ കാർഡൊന്ന് BPL ആക്കാൻ വന്നേക്കാം. അയ്യോ മുതലാളിക്ക് BP അല്ല. ഞാൻ മുതലാളിയല്ലല്ലോ സാറെ. BPL എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ കാർഡാവൂലേ? ഞാൻ പാവപ്പെട്ടവനാണല്ലോ. മുതലാളിയാ? കുറച്ച് സ്ഥലമുള്ളതൊക്കെ വല്ലവരുടെയും പേർക്കാം, കുറച്ച് വണ്ടി ഉള്ളതും വല്ലവരുടെയും പേർക്കാം. പണം കുറച്ച് പലിശക്ക് കൊടുക്കും, അതുകൊണ്ട് കഴിഞ്ഞു. സാറിന്റെ പേരിലൊന്നുമില്ലല്ലേ? എന്റെ പേര് യാതൊന്നും. ഇതാകുമ്പോ 10-25 കിലോ ആയി. 27 കിലോ ആയിരിക്കും സാറിന്. സാറിനപ്പൊ അരി മേടിക്കാൻ നിവൃത്തിയില്ലല്ലേ? നിവൃത്തിയില്ലായിട്ടല്ല, അർഹതപ്പെട്ടത് എന്തിനാ കളയുന്നത്? 27 കിലോ ആയിരിക്കും. കളയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അളിയന്റെ മറ്റേ ക്ലീറ്റസ് പലിശ കൃത്യമായിട്ട് തരാറുണ്ടാ? ക്ലീറ്റസോ? ഇയാടെ അളിയനല്ലേ, മഹാകളന. ഇനി കൊടുക്കുക. ശരി കൊടുക്കല്ലേ? കൊടുക്കണ്ട. പാവം അരിവാകം മാർഗമില്ലാത്തൊരു മുതല്. തിന്നിട്ട് നടക്കാൻ പാടില്ലായൊക്കെ BPL ആക്കാൻ വന്നേക്കണം. നല്ല ചവിട്ട് കൊടുക്കണം. വാ തങ്കം, എൻ്റെ വെള്ള ഷർട്ടും മുണ്ടും കഴുകിയിട്ടായിരുന്നോ? രാവിലെ ഫോട്ടോ എടുക്കാൻ വരും, പോസ്റ്റർ അടിക്കാനുള്ളത്. കഴിയോടി? ഇട്ടോ, കഴുകിട്ടോ. വാവർന്ന് പറഞ്ഞ എന്താ നിനക്ക്? നിങ്ങളല്ലല്ലോ എല്ലാ ദിവസം കഴുകാറ്, ഞാനല്ലേ? ആയിക്കോട്ടെ, കഴുകിയിട്ടില്ലെങ്കിൽ എനിക്കത് അറിയണം. അല്ല ചോദിച്ച വായിൽ മാക്ക എല്ലാവരും കിടന്ന് വള 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 നലച്ചോളൂ. ആര് എന്നെ കിടന്ന് പറയിക്കല്ലേ. നിന്റെ കെട്ടിയം വരാറായോ ചേ? വരും. ഒന്ന് സൊയിര്യം താക്കിട്ടു ചേട്ടാ. എന്ത് കഷ്ടം ഇത്. എന്താ ചിരിക്കണേ? വരൂന്ന്. മതി. റേഷൻ കാർഡ് കിട്ടിയോ അവൻ്റെ കയ്യില്? ആ റേഷൻ കാർഡിന് വേണ്ടിട്ട് 3-4 മണിക്കൂർ അവിടെ പോയി നിക്കായിരുന്നു. നിക്കണം. കുടുംബത്തിലെ കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെ പോയി നിക്കണം. വീടിന്റെ കാര്യം തന്നെ എനിക്ക് പോയി ഒന്നൂടെ. അവൻ തന്നെ പോണം. ആരെന്നാണ് അമ്മയുടെ വിചാരം? ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പോയി അവിടെ ക്യൂലൊക്കെ നാണക്കേടാണ്. ഇങ്ങോട്ട് കൊടുക്ക്. ഒരു സ്വസ്ഥതയില്ല. ഇനി റേഷൻ കാർഡ് പേരില്ലാന്ന് പറഞ്ഞിട്ട് നീ കെട്ടി തൂങ്ങി ചാവണ്ട. കൊണ്ടുപോ കൊടുക്കേ നോമിനേഷൻ. എന്തൊരു ബഹളമായിരുന്നു. ഇലക്ഷൻ നിൽക്കാൻ ഈ കാർഡൊന്നും വേണ്ട. വേണ്ട. അല്ല ഇത് വേണം, അത് വേറൊരു വശം. പക്ഷെ ഇലക്ഷൻ നിൽക്കാൻ ഈ കാർഡിന്റെ ആവശ്യമില്ല. നീ എന്തിനാ കെട്ടി തൂങ്ങി ചാവും വീട് കത്തിക്കുന്നൊക്കെ പറഞ്ഞത്? അത് പിന്നെ ഇന്നലെ പാർട്ടി പ്രസിഡന്റിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും വേണ്ട, നമുക്ക് ഈ സൊസൈറ്റിയിലുള്ള ആ ഒരു മെമ്പർഷിപ്പ് കാർഡ് ഉണ്ട്, അത് മതി. അത് വേണ്ടല്ലേ? പക്ഷെ എന്നും പറഞ്ഞിട്ടെ ഇത് ഞാൻ ഇപ്പൊ ഇത് ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പൊ ശരിയായിക്കൊണ്ട് തരുമായിരുന്നോ? കാലാകാലം ഇവൻ ഈ റേഷൻ കാർഡിന്റെ പേര് വെട്ടും. അല്ല, റേഷൻ കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതായാലും തോക്കാനാ വിധി. അപ്പൊ പിന്നെ പോയി തോറ്റിട്ട് വാ. പക്ഷേ നിന്റെ കെട്ടിയാനല്ല, ഇത് ക്ലീറ്റസ് ആണ് നിൽക്കുന്നത് കേട്ടോ. ക്ലീറ്റോ, ഞാൻ പിന്നെയും പറയാണ്, എന്ത് ആ ഹോട്ടലിലെ ജോലിയാണ് നല്ലത്. വെറുതെ പോയി തോക്കാൻ നിൽക്കണം. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. മോളെന്നെ ഹോട്ടലിൽ നിർത്താൻ വന്നേക്കണം. വേറെ വല്ലതും ഉണ്ട് അവനോട് പോയി പറ കേട്ടോ. ആ റേഷൻ കാർഡ് മേടിക്ക്. വേണ്ടാന്ന്. വേണ്ട കേട്ടോ. ഇത് ആരാണ്? രാജമ്മ, 94 വയസ്സ്. ഗ്രഹനാഥ, 94 വയസ്സ്. അമ്മയുടെ പേര് രാജമ്മ. നല്ല കാര്യമുണ്ട്. അയ്യോ, ഞാനവിടെ വാങ്ങിയപ്പോഴേ അങ്ങനെ പോക്കറ്റിലിട്ടൊക്കെ പോകുന്നു, ഞാൻ നോക്കിയില്ല. നോക്കരുത്, നീ ഒന്നും 94 വയസ്സ്. അവന്മാരവിടെ എന്തോന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് പേരാ രാജമ്മ, 94 വയസ്സ്. എനിക്ക് 94 വയസ്സുണ്ടാ? ഇല്ല അമ്മ കണ്ട അങ്ങനെയൊന്നും അമ്മയ്ക്ക് വയസ്സ് കൂടിയല്ലേ കുഴപ്പം. ഇത്തിരി കുറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമല്ലായിരുന്നു. ജമ്മന്തിക്ക് എത്ര വയസ്സാ? എത്രയടി? 12. അപ്പൊ നമ്മുടെ അക്ഷയക്ക് എത്ര എഴുതിക്കുന്നത്? 31. വയസ്സ് മാറിയത് അങ്ങോട്ട് മാറിയതാ. നന്നായി. ഇനി ഇത് നന്നാക്കാൻ പോണോ? ഈ പോകന്മാര് എന്ത് നോക്കിയിട്ടാണ് എഴുതുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഇല്ലേ, ഒരു തെറ്റും പറയരുത്. നിന്നെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇങ്ങനെ തന്നെ. സർക്കാർ ഓഫീസിൽ ഇതൊക്കെ തന്നെ നടക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞങ്ങൾ അവന്മാർക്ക് എന്തെങ്കിലും കുത്തി വരച്ച് വയ്ക്കണം, അവന്മാർക്ക് ശമ്പളം വാങ്ങിക്കണം. ആ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഇവിടെ വാക്കുകൾ നടന്ന് 94 വയസ്സ് എഴുതിയത് ശരിയായി. അതെ, അതാമേ, അത് കൂടിപ്പോയി. ഒരു 90 ആവാമായിരുന്നു. 90 ഉണ്ടോ എനിക്ക്? എവിടുന്ന്? ഒരു 65 കഷ്ടി. 70-70 വയസ്സായെന്ന് വയ്ക്കാം. എങ്ങനെ?
അപ്പൊ അഴകേശൻ അമ്മാവ അനിയനാണോ ചേട്ടനാണോ?